ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്ന കോടിക്കണക്കിന് രൂപയുടെ മദ്യ കുംഭകോണത്തിൽ ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പുതിയ അന്വേഷണം. പ്രത്യേക അന്വേഷണ സംഘവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തുന്ന അന്വേഷണത്തിന് പിന്നാലെയാണ് ആദായനികുതി വകുപ്പും രംഗത്ത് വന്നിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് നടന്ന ഈ അഴിമതിയിൽ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മദ്യവിതരണത്തിനുള്ള ടെൻഡറുകളിൽ കൃത്രിമം കാണിച്ച് സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പ്രധാന ആരോപണം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. വൈഎസ്ആർസിപി നേതാക്കൾ കുംഭകോണത്തിലൂടെ ലഭിച്ച പണം ഷെൽ കമ്പനികൾ വഴിയും സങ്കീർണമായ ഇടപാടുകളിലൂടെയും ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായി എസ്ഐടിയുടെയും ഇഡിയുടെയും അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പണത്തിന്റെ ഉറവിടവും ഒഴുക്കും കണ്ടെത്താൻ ആദായനികുതി വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 2 ദിവസം മുമ്പ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ വെച്ച് എസ്ഐടി ഇഡി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പണം എവിടേക്കാണ് പോയത് എന്നതിന്റെ വിശദാംശങ്ങൾ അവർ ശേഖരിക്കുന്നുണ്ട്. ഫണ്ട് കൈമാറ്റാൻ ഏതൊക്കെ കമ്പനികളും അക്കൗണ്ടുകളുമാണ് ഉപയോഗിക്കുന്നത്, പണം ആദ്യം എവിടേക്കാണ് മാറ്റിയത്, പിന്നീട് വിദേശത്തേക്കും ബിനാമി സ്ഥാപനങ്ങളിലേക്കും എങ്ങനെയാണ് പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. പ്രതികൾ, ഇതിൽ ഉൾപ്പെട്ട ഷെൽ കമ്പനികൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, കുംഭകോണത്തിൽ ഉൾപ്പെട്ട മറ്റ് വ്യക്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും അവർ ശേഖരിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മദ്യ കുംഭകോണത്തിൽ വൈഎസ്ആർസിപി നേതാക്കൾ 3500 കോടി രൂപ കോഴയായി കൈപ്പറ്റിയെന്നാണ് എസ്ഐടിയുടെയും ഇഡിയുടെയും അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ തുക വിവിധ മാർഗങ്ങളിലൂടെ വകമാറ്റിയതായും കണ്ടെത്തി. ഇതിനായി 100 കണക്കിന് ഷെൽ കമ്പനികൾ രൂപീകരിക്കുകയും വലിയ തോതിൽ വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കുകയും ചെയ്തു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വൻതോതിൽ നിക്ഷേപം നടത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അന്നത്തെ സർക്കാരിന്റെ ഉന്നത നേതൃത്വത്തിനു വേണ്ടി കുംഭകോണത്തിന് ചുക്കാൻ പിടിച്ച രാജ് കെ സി റെഡ്ഡിയുടെ പ്രധാന കൂട്ടാളിയായ തുഖേല ഈശ്വർ കിരൺ കുമാർ റെഡ്ഡിയാണ് ഷെൽ കമ്പനികൾ സ്ഥാപിച്ചതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇവർ ഹവാല ഇടപാടുകളിലൂടെ 100 കണക്കിന് കോടി രൂപ ദുബായിലേക്ക് കടത്തുകയും അവിടെ കമ്പനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ആദായനികുതി വകുപ്പ് ഈ ഇടപാടുകളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. മദ്യനിർമ്മാണശാലകളിൽ നിന്നും വിതരണം കമ്പനികളിൽ നിന്നും കോടിയായി വാങ്ങിയ കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, വ്യാജ ഇൻവോയ്സുകളുടെ ഫണ്ട് കൈമാറ്റൽ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ആദായനികുതി വകുപ്പ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ബിനാമികളെക്കുറിച്ചും ഷെൽ കമ്പനികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത.